നമസ്കാരം. അപ്പോൾ ഞാനിപ്പോൾ ഇത് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ഒരു വിവാദപരമായ ഒരു ഇൻ്റർവ്യൂ, അതായത് DNA എന്ന് പറയുന്ന മനോഹരമായ ചിത്രത്തിൽ അഭിനയിച്ച നടനെയും നടിയെയും വെച്ചിട്ടൊരു ഇൻ്റർവ്യൂ ഒരു ആങ്കർ, ഒരു യൂട്യൂബർ എടുക്കേണ്ടായി. ഇവരുടെ ഒന്നും പേര് ഞാൻ വെളിപ്പെടുത്തുന്നില്ല. തീർച്ചയായിട്ടും ആദ്യമേ തന്നെ ഞാനൊരു മാപ്പ് പറയുകയാണ് ആ യൂട്യൂബർക്ക് വേണ്ടിയിട്ട്. ഈ മാപ്പ് പറയുന്നതിനുള്ള പ്രധാന കാരണം, ഞാനും വളർന്നു വരുന്ന ഒരു യൂട്യൂബറാണ്. ആ യൂട്യൂബർ ചോദിച്ച ചോദ്യം ഒട്ടും തന്നെ എനിക്കിഷ്ടപ്പെട്ടില്ല എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക, ഈ ലോകത്ത് മലയാള സിനിമയെ പ്രണയിക്കുന്ന ഒരു പ്രേക്ഷകനും ഇഷ്ടപ്പെടാത്ത ഒരൊറ്റ ക്വസ്റ്റ്യനാണ് ആ ഒരു സ്ത്രീജനം ചോദിച്ചിരിക്കുന്നത്. വളരെ മോശമായ രീതിയിലുള്ള ക്വസ്റ്റ്യനാണ്. ഒരു സ്ത്രീജനം മറ്റൊരു സ്ത്രീജനത്തോട് ചോദിക്കാൻ പറ്റാത്ത, അതും പബ്ലിക്കായിട്ട്. മലയാള സിനിമ ഇൻഡസ്ട്രിയെ മൊത്തമായും അധിക്ഷേപിച്ചു എന്ന് വേണം പറയാൻ. ഞാൻ ചോദിക്കുന്നത്, സിനിമയിൽ കിടന്നു കൊടുത്തിട്ടാണ് അവസരം ലഭിക്കുന്നത്? സിനിമയിൽ കിടന്നു കൊടുത്തിട്ട് അവസരം കിട്ടണോ? ഞാൻ ചോദിക്കുന്നത് ഹനേനോടാണ്. എന്തിനാണ് ഇങ്ങനെ അധിക്ഷേപിക്കുന്നത്? എന്തുകൊണ്ട്? എന്തിനിങ്ങനെ അധിക്ഷേപിക്കണം? അപ്പോൾ ഇങ്ങനെ നീട്ടി പറഞ്ഞതുകൊണ്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ, വളരെയധികം മോശമായ രീതിയിലാണ് ആ യൂട്യൂബർ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. മോശം എന്ന് പറഞ്ഞാൽ വളരെയധികം മോശം. തീർച്ചയായിട്ടും മലയാള സിനിമ ഇൻഡസ്ട്രീനെ മൊത്തത്തിൽ അധിക്ഷേപിച്ചിരിക്കുകയാണ് ആ യൂട്യൂബർ. ആ യൂട്യൂബർ ആരും ആയിക്കോട്ടെ, തീർച്ചയായിട്ടും നിങ്ങൾ കേൾക്കണം ആ യൂട്യൂബർ ചോദിച്ച ചോദ്യം. ഞാൻ ചോദിക്കുന്നത്, സിനിമയിൽ കിടന്നു കൊടുത്തിട്ടാണ് അവസരം ലഭിക്കുന്നത്? സിനിമയിൽ കിടന്നു കൊടുത്തിട്ട് അവസരം കിട്ടണോ? ഞാൻ ചോദിക്കുന്നത് ഹനേനോടാണ്. ശരിക്കും ഈ ഒരു ക്വസ്റ്റ്യന്, ഈ ഒരു സ്ത്രീജനത്തിന് എന്താണ് മറുപടി കൊടുക്കേണ്ടത്? നിങ്ങൾ പറ, എന്ത് മറുപടി കൊടുക്കണം? ക്ഷണിച്ചു വരുത്തി കസേരയിട്ട് ഇരുത്തി ചോദിക്കുന്ന ചോദ്യമാണ് ഇപ്പോൾ കേട്ടത്. ഞാൻ ചോദിക്കുന്നത്, സിനിമയിൽ കിടന്നു കൊടുത്തിട്ടാണ് അവസരം ലഭിക്കുന്നത്? സിനിമയിൽ കിടന്നു കൊടുത്തിട്ട് അവസരം കിട്ടണോ? ഞാൻ ചോദിക്കുന്നത് ഹനേനോടാണ്. ആ ഒരു യൂട്യൂബർ ഇപ്പോൾ നിലവിലെ ഈ അടുത്ത ദിവസങ്ങളിൽ, അല്ലെന്നുണ്ടെങ്കിൽ ഇന്നെന്ന് വേണമെങ്കിൽ പറയാം, വീഡിയോ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ കേരളക്കരയാകെ അല്ലെങ്കിൽ മലയാള സിനിമ ഇൻഡസ്ട്രിയെ സ്നേഹിക്കുന്നവരൊക്കെ എന്നെ തെറി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ക്വസ്റ്റ്യന് തെറിയല്ലാതെ അതിനപ്പുറത്തേക്ക് എന്താണുള്ളത്? ശരിക്കും ഇമാതിരി ക്വസ്റ്റ്യൻ ചോദിച്ചതിനെ തെറികൾ കേൾക്കാനുള്ള ബാധ്യസ്ഥത ചേച്ചിക്കുണ്ട്. അത് അതിനപ്പുറത്തേക്കൊന്നും പറയാനില്ല. 100 വോൾട്ടേജിൽ തെറിയേക്കാനുള്ള ബാധ്യസ്ഥത ചേച്ചിക്കുണ്ട്. വെറുതെ ഇമാതിരി ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു ഉള്ള യൂട്യൂബേഴ്സിന്റെ വില കളയല്ലേ എൻ്റെ പൊന്നു ചേച്ചി. ശരിക്കും ആ ഒരു നടിയല്ല അധിക്ഷേപിച്ചിരിക്കുന്നത്, മലയാള സിനിമ ഇൻഡസ്ട്രിയെ മൊത്തമായിട്ട് അധിക്ഷേപിച്ചിരിക്കുകയാണ് ഈ ഒരൊറ്റ ക്വസ്റ്റ്യൻ കൊണ്ട്. പിന്നെ ഈ ഒരു യൂട്യൂബർ തുറന്നു പറയുന്നുണ്ട്, ഞാനും സിനിമയെ പ്രണയിച്ചിരുന്ന ഒരാളാണ്, ഇപ്പോഴും പ്രണയിക്കുന്നുണ്ട്. ഒത്തിരി അവസരങ്ങൾക്ക് വേണ്ടി ഞാനും ഓഡിഷനൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ആ ഓഡിഷൻസൊക്കെ സെലക്ട് ആയി കഴിയുമ്പോൾ ചോദിക്കുന്നത് ഇതുപോലെയാണെന്നാണ് പറയുന്നത്. അങ്ങനെ എല്ലാവരെയും ആ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. അവിടെയാണ് ചേച്ചിക്ക് തെറ്റ് പറ്റിയത്. പിന്നെ ഞങ്ങളും സിനിമയെ പ്രണയിക്കുന്നവരാണ്, ഞങ്ങളും സിനിമയുടെ ഒരു ഭാഗമാകാൻ വേണ്ടി നടക്കുന്നവർ തന്നെയാണ്. അപ്പോൾ ഇമാതിരി ക്വസ്റ്റ്യൻസ്, ഇമാതിരി വീഡിയോ കാണുമ്പോൾ ഞങ്ങൾ അങ്ങനെ പ്രതികരിക്കും. ഇതിപ്പോൾ അന്തസ്സായിട്ടുള്ള തെറികൾ മാത്രമാണ് ചേച്ചി കേട്ടിരിക്കുന്നത്. ഇനി ഇത് ഒത്തിരി വൈറലായി കഴിയുമ്പോൾ ഇനി വരാൻ കിടക്കുന്നേ ഉള്ളൂ. പിന്നെ ചേച്ചി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവരും ഒരു കുടുംബത്തിൽ നിന്നാണ് വരുന്നത്, അവരുടെ കുടുംബക്കാരും ഇതൊക്കെ കാണുന്നുണ്ടാവും. അപ്പോൾ ആ രീതിയിൽ മാന്യമായ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ആദ്യം തന്നെ പഠിക്കുക. അല്ലാതെ വൈറലാവാനായിട്ടും കണ്ടന്റ് കൂട്ടാനും അതിൻ്റെ റേറ്റിംഗ് കൂട്ടാനൊക്കെ വേണ്ടിയിട്ട് ഇമാതിരി ക്വസ്റ്റ്യൻ ചോദിക്കാണ്ടിരിക്കുക. ഒരു കാര്യം മനസ്സിലാക്കുക, ഏതൊരു വീഡിയോ ഇറങ്ങിയാലും അത് സാധാരണക്കാരൻ്റെ ഒരു കാര്യം ഇനിയെങ്കിലും മനസ്സിലാക്കുക, ഏതൊരു വീഡിയോ ഇറങ്ങിയാലും അതൊരു സാധാരണക്കാരൻ്റെ മുന്നിലാണ് ആദ്യം പ്രത്യക്ഷപ്പെടുന്നത്. തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം അവർ പ്രതികരിക്കും. അപ്പൊ ഈ സാധാരണക്കാർ പ്രതികരിക്കുമ്പോൾ നിങ്ങൾ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. കാരണം നിങ്ങൾ ചോദിച്ച ചോദ്യം അമ്മാതിരി ചോദ്യമാണ്. അത് അവരുടെ പ്രതികരണം, അവരുടെ മറുപടി അതാണ്. തെറിയെങ്കിൽ തെറി, അതങ്ങോട്ട് സ്വീകരിക്കാം. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ള ഒരേ ഒരു ക്വസ്റ്റ്യൻ ഉള്ളൂ, മലയാള സിനിമയെ പ്രണയിക്കുന്ന പ്രേക്ഷകരെ നിങ്ങൾക്ക് എന്താണ് ചോദിക്കാനുള്ളത്? അത് ഈ ഒരു കമന്റ് ബോക്സിൽ പറയാം.